അഹമ്മദാബാദിൽ ഇന്ന് ലോകം കീഴടക്കിയവരുടെ ആഘോഷരാത്രി. ചില കഥകൾ കേട്ടാൽ പഠിക്കണം, ഇല്ലെങ്കിൽ കൊണ്ടറിയാം. അതുപോലെയാണ് സാൻഡർ ചിന്തിച്ച് കാണുക. 140 കോടി ജനങ്ങളെ തീർത്ത് കിരീടം മോഹിക്കണമെങ്കിൽ നിങ്ങൾക്കിന്ന് വീഴ്ത്തേണ്ടത് ചെറുമീനുകളെയല്ല, ഇത് പുതിയ ഇന്ത്യയാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ഇന്ന് വെറും ഒരു സ്റ്റേഡിയം മാത്രമായിരുന്നില്ല. അത് ഒരു രാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ ഒരുമിച്ചുയർന്ന വേദിയായിരുന്നു. ആയിരങ്ങൾ നിറഞ്ഞ ഗാലറിയിൽ ഓരോ ശ്വാസവും ഓരോ സ്വരവും ഇന്ത്യ ഇന്ത്യ എന്ന വിളിയായി മാറുകയായിരുന്നു. മൈതാനത്ത് നീല ജേഴ്സി അണിഞ്ഞവർ ചരിത്രം എഴുതുവാനായി ഇറങ്ങുന്നുണ്ടായിരുന്നു. എതിരാളികൾ ശക്തരാണ്, ന്യൂസിലാൻഡ് നാഷണൽ ടീം. പക്ഷേ ആ രാത്രി ഇന്ത്യയുടെ മനസ്സും ആത്മാവും അതിലും ശക്തമായിരുന്നു. ആ ചരിത്ര നിമിഷത്തിൻ്റെ ഹൃദയത്തിൽ നിന്നത് ഒരു മലയാളിയാണ്, അതെ, സഞ്ജു സാംസൺ. ഓരോ ഷോട്ടും വെറും റൺസ് മാത്രമായിരുന്നില്ല, അത് ഒരു സ്വപ്നത്തിൻ്റെ കൂടി ശബ്ദമായിരുന്നു. 46 പന്തിൽ 89 റൺസ്. ആ ഇന്നിങ്സ് വെറും ഒരു കണക്കല്ല, അത് ഒരു വികാരമാണ്. ഓരോ സിക്സറും ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ ഗാലറികളിൽ നിന്ന ഓരോ ഇന്ത്യൻ ഹൃദയവും ഓരോ സമയവും ഉയർന്നു കഴിഞ്ഞിരുന്നു. വർഷങ്ങളായി കാത്തിരുന്ന അംഗീകാരം. ആ ഫൈനലിൻ്റെ രാത്രിയിൽ സഞ്ജുവിൻ്റെ ബാറ്റിലൂടെ ലോകം മുഴുവൻ ദർശിക്കുകയായിരുന്നു. ആ തുടക്കത്തിന് തീപിടിപ്പിച്ചത് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഇഷാൻ കിഷനും തന്നെയായിരുന്നു. അവരുടെ ആ ബാറ്റിംഗ് ഇന്ത്യയുടെ ഇന്നിങ്സിനെ ഒരു കൊടുങ്കാറ്റാക്കി മാറ്റി. ഓരോ ബൗണ്ടറിയും ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തി. അവസാനം ഡൂബയും അടിച്ചു തീർക്കുന്നുണ്ട്. അവസാനത്തിലേക്ക് എത്തിയപ്പോൾ ആ സ്കോർ ബോർഡ് 255-5 എന്ന നിലയിലേക്കെത്തി. അത് വെറുമൊരു സംഖ്യയായിരുന്നില്ല, അത് ലോകത്തിന് നൽകിയ ഒരു സന്ദേശം കൂടിയായിരുന്നു. ഈ ടീം പുതിയ കാലഘട്ടം ആരംഭിക്കാൻ പോകുന്നു എന്ന്, അവർ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന്. പിന്നീട് പന്ത് കയ്യിലെത്തിയപ്പോൾ മൈതാനത്ത് ഒരാൾ മാത്രം ശാന്തനായി നിന്നു, ജസ്പ്രീത് ബുംറ. ബുംറയുടെ ഓരോ പന്തും ഓരോ ആയുധം പോലെ തന്നെയായിരുന്നു. 4 ഓവറിൽ 4 വിക്കറ്റ്. അത് വെറുമൊരു ബൗളിംഗ് സ്പെല്ല് മാത്രമായിരുന്നില്ല, കിവികളുടെ തകർച്ചയുടെ ആരംഭമായിരുന്നു. കൂടെ അക്സറും കൂടി നട്ടല്ലാകുന്നുണ്ട്. അതിൽ കിവീസ് പട കടപൊഴുകി വീണു. ഇന്ത്യയുടെ നീല ജേഴ്സി അണിഞ്ഞവർ ഒരു മനസ്സോടെ കളം നിറഞ്ഞാടിയപ്പോൾ ന്യൂസിലാൻഡ് നിര പതുക്കെ പതുക്കെ തകർന്ന് വീണുകൊണ്ടേയിരുന്നു. അന്നേരം ക്രിക്കറ്റ് ലോകവും ഗാലറിയും ഒരു കാര്യം മനസ്സിലാക്കി: ഇന്ന് ചരിത്രം ഇന്ത്യയുടെ പേരിൽ എഴുതപ്പെടുമെന്ന്. തുടർച്ചയായ 2ാം T20 ലോകകപ്പ്, ആകെ 3 കിരീടങ്ങൾ. അതിലും വലിയൊരു നേട്ടമുണ്ട്: ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന ആദ്യ രാജ്യമെന്ന ചരിത്രം. ആ നിമിഷത്തിൽ ട്രോഫി വാനിൽ ഉയർത്തിപ്പിടിച്ചപ്പോൾ അതൊരു ടീം മാത്രം നേടിയ വിജയമായിരുന്നില്ല, അത് ഒരു രാജ്യത്തിനെയും കൂടി അഭിമാനമായിരുന്നു. ഈ രാത്രിയിൽ ഇന്ത്യയിൽ ഓരോ വീട്ടിലും ആഘോഷമുണ്ടാകും, ഓരോ കണ്ണിലും സന്തോഷത്തിന് തിളക്കം കാണാം. കാരണം ക്രിക്കറ്റ് ഇന്ത്യക്കാരെ അപേക്ഷിച്ച് വെറുമൊരു കളി മാത്രമല്ല, അത് ഒരു വികാരമാണ്. ആ വികാരത്തിൽ വീണ്ടും സ്വർണ്ണലിപികളാൽ അധ്യായങ്ങൾ ഇന്ത്യ ചേർത്തുകൊണ്ടേയിരിക്കും. ഇത് വെറുമൊരു വിജയ കഥ മാത്രമല്ല, ഇത് ഒരു തലമുറ ഓർത്തുവെക്കുന്ന നീലവസന്തത്തിൻ്റെ രാത്രി കൂടിയാണ്. The first team to win back-to-back World Cups.